ഇന്ന് നമ്മുടെ ജെറിയുടെ പരിപാടി ഈ തക്കാളിയുടെയൊക്കെ ഉണങ്ങിയ ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല നീറ്റായിട്ട് വയ്ക്കുന്ന പരിപാടിയാണ്. അതിനപ്പം അതിൻ്റെ ഉണങ്ങിയ അഴുകി തുടങ്ങിയ ഇലയൊക്കെ കട്ട് ചെയ്ത് കളയാണ്. അത് കളഞ്ഞ് നല്ല ഓർഗാനിക്കായിട്ടുണ്ടാകുന്ന പച്ചക്കറിയാണ്. കാരണം ഞങ്ങളുടെ കൂണിൻ്റെ വേസ്റ്റ് മണ്ണും മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ടാണ് നല്ല ഓർഗാനിക്കായിട്ടുള്ള വെജിറ്റബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. ഇന്നത്തെ ചെറിയുടെ ആക്ടിവിറ്റി അതാണ്. ഉണങ്ങിയ ഇലയൊക്കെ കളഞ്ഞ് നല്ല തക്കാളിയൊക്കെ നീറ്റാക്കി വയ്ക്കലാണ് ഇന്നത്തെ പണി. ഇന്നിപ്പോൾ പഴുത്ത തക്കാളി അവനൊരെണ്ണം കണ്ടു വെച്ചിട്ടുണ്ട്. അവന് ആ പഴുത്ത തക്കാളി പറിച്ച് അത് അവൻ തന്നെ തിന്നാനുള്ള പരിപാടിയാണ്. അതാണ് അവൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. നല്ല ഓർഗാനിക്കായിട്ടുള്ള തക്കാളി ഒക്കെ ഡയറക്റ്റ് പറിച്ച് കഴിക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. ഇത് കറിവേപ്പാണ്. ആ കറിവേപ്പിൻ്റെ മുകളിൽ നിന്ന് ഒരിത്തിരി ഒടിച്ചു കളഞ്ഞപ്പോൾ നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. അതിന് ഞങ്ങൾ കൊടുക്കുന്ന വളം വീട്ടിൽ വരുന്ന ബാക്കി വരുന്ന ചോറ് അതിൻ്റെ ചോട്ടൊക്കെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചോട്ടിട്ടിട്ട് അടച്ച് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ബാക്കി വരുത്തുന്ന ചോറല്ല കേട്ടോ. അപ്പോൾ ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി ചോറൊക്കെ ബാക്കി വരുന്നാൽ അത് നമ്മൾ ഈ വേപ്പിൻ്റെ കടയിലിട്ട് കൊടുക്കും. അപ്പോൾ അത് നന്നായിട്ട് വേപ്പ് നല്ല തഴച്ച് വളരുന്നുണ്ട്. പയറ്, മുളക് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി അടുത്തത് ആശാൻ ചീര, ഇന്നത്തെ തോരൻ ചീര ആക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ചീര കട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലോട്ടാണ് ആശാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ചീര കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെടിച്ചട്ടികളിലാണ് നമ്മൾ. ഇപ്പോൾ ചെടികൾ നടലൊക്കെ കുറച്ചു. കാരണം നമ്മൾ ഏതായാലും നന്നായിട്ട് പരിചരിച്ചാലാണ് ചെടിയും പച്ചക്കറിയൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ പിന്നെ ആ ടൈം പച്ചക്കറിക്ക് വേണ്ടി ചിലവാക്കിയാൽ നമുക്ക് നല്ല പച്ചക്കറി കഴിക്കാമല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെടിച്ചട്ടിയൊക്കെ പച്ചക്കറി ഇടാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം കാണാൻ ഭംഗിയുമായി, നമുക്ക് അത്യാവശ്യമുള്ള പച്ചക്കറിയായി. ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്ക് ഞങ്ങൾ ചീരത്തോരൻ ആണ് ഉപയോഗിക്കുന്നത്.